സകല മനുഷ്യരും അംഗഹീനരും കണ്ണുനീരനുഭവിക്കുന്നവരുമൊക്കെ കർത്താവ് ഒരുക്കുന്ന വിരുന്നുമേശയുടെ ചുറ്റുമുണ്ട് എപ്പോഴും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിച്ചു നോക്കണം. ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിനൊരു വിരുന്നുണ്ട് ഒരുക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. ഒരു കുഷ്ഠരോഗിയായ ഒരു ശീമോൻ. ഒരു കാലത്ത് കുഷ്ഠരോഗികളെ കാണുന്നത് പോലും അശുദ്ധിയാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലത്താണ് ഈ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനൊരുക്കിയ വിരുന്നുമേശയിൽ കർത്താവ് വരുന്നത്. കുഷ്ഠരോഗത്തിൻ്റെ തീവ്രത നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ പെരിഫറൽ നെർവുകളെ ബാധിക്കുന്നൊരു രോഗമായി കുഷ്ഠരോഗം എന്ന് പറയുന്നത്. മെയിൻ നാഡീവ്യൂഹങ്ങളെ അത് ബാധിക്കും. അത് ബാധിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം ശരീരം അഴുകി അടർന്നു പോകുന്നത് ഈ മനുഷ്യർക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ സ്വന്തം വിരലറ്റങ്ങൾ കൈഭാഗങ്ങൾ അഴുകി അടർന്നു പോകുന്നതറിയാത്തൊരു കുഷ്ഠരോഗി വെച്ച് നീട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്ന പേരാണ് ദൈവപുത്രൻ എന്നുള്ള പേര്. യേശുക്രിസ്തുവിന് മാത്രം